1503 യോഹന്നാന് 8 വയസ്സുള്ളപ്പോൾ തന്റെ മാതാപിതാക്കളിൽ നിന്നും അവൻ ഒളിച്ചോടി. കുറച്ചു കാലത്തോളം ഒരാട്ടിടയനായും പിന്നീട് ഒരു പുസ്തക വിൽപ്പനക്കാരനായും അവൻ ജോലി നോക്കി. ആവിലായിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ പ്രഘോഷണം കേൾക്കുന്നത് വരെ അവന് ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമുള്ള അവന്റെ പരിവർത്തനം വളരെ പെട്ടെന്നും ആത്മാർത്ഥവുമായിരുന്നു. അതിനാൽ തന്നെ അവന് ഭ്രാന്തായി എന്ന് ചിലർ കരുതുകയും അവനെ ഗ്രാനഡായിലെ റോയൽ ആശുപത്രിയിൽ തടവുകാരനാക്കുകയും ചെയ്തു. അക്കാലത്ത് നിലനിന്നിരുന്ന ക്രൂരമായ ചികിത്സാ വിധികൾക്ക് അവർ വിശുദ്ധനെ വിധേയനാക്കി. ഇത്തരം ക്രൂരമായ ചികിത്സാ വിധികൾക്കെതിരെ പ്രതികരിക്കുവാൻ പോലും ശേഷിയില്ലാതെ സഹനം അനുഭവിക്കുന്ന പാവപ്പെട്ട രോഗികളെ സഹായിക്കുക വഴിയായാണ് ദൈവത്തോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന കാര്യം വിശുദ്ധൻ മനസ്സിലാക്കി. തന്റെ ശേഷിക്കുന്ന ജീവിതം മുഴുവനും പൊതുസമൂഹത്തിൽ നിന്നും പിന്തള്ളപ്പെട്ട ഇത്തരം ആളുകൾക്കായി വിനിയോഗിക്കാൻ അവൻ ഉറച്ച തീരുമാനമെടുത്തു. 1549 ജൂലൈ 3 ഗ്രാനഡായിൽ സ്പെയിനിലെ രാജാവായിരുന്ന ഫെർഡിനാൻഡും ഭാര്യയായിരുന്ന ഇസബെല്ലും സ്ഥാപിച്ച റോയൽ ആശുപത്രിയുടെ അടുക്കളയിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. അധികം താമസിയാതെ അത് അനേകം രോഗികൾ കിടക്കുന്ന വലിയ വാർഡുകൾക്ക് ഭീഷണിയാകും വിധം ആളിപ്പടർന്നു. അഗ്നിശമന മണികൾ തുടർച്ചയായി മുഴുകിക്കൊണ്ടിരിക്കുകയും എങ്ങും പുകയാൽ മൂടപ്പെടുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് വെറുതെ നിൽക്കുവാൻ വിശുദ്ധന് സാധിക്കുമായിരുന്നില്ല. തീനാളങ്ങളെയും പുകയെയും വകവയ്ക്കാതെ വിശുദ്ധൻ രോഗികൾക്കിടയിലേക്ക് ഓടി വാതിലുകളും ജനലുകളും തുറന്നിടുകയും അവർക്ക് രക്ഷപ്പെടുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അവരിൽ ചിലരെ അദ്ദേഹം പുറത്തേക്ക് നയിച്ചു. മറ്റു ചിലരെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചുമലിൽ ചുമക്കുകയും ചെയ്തു. അവരെ മുഴുവൻ പുറത്തെത്തിച്ചതിനു ശേഷം ഒട്ടും തന്നെ സമയം പാഴാക്കാതെ വിശുദ്ധൻ കസേരകളും കിടക്കകളും വിരികളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ജനലിലൂടെ പുറത്തേക്കെറിയുകയും അപ്രകാരം പാവപ്പെട്ട ആ രോഗികളുടെ വസ്തുവകകളും സംരക്ഷിക്കുകയും ചെയ്തു. പിന്നീട് സമയം കടന്നുപോയി. ചൂടും പുകയുമേറ്റ് വിശുദ്ധൻ വാടി തളർന്നു. 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിശുദ്ധന് വേണ്ടിയുള്ള ഉച്ചത്തിലുള്ള നിലവിളികൾ കേൾക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ പുകയും കരിയുമേറ്റ് കറുത്തിരണ്ട രൂപത്തിൽ വിശുദ്ധൻ നിലത്തിറങ്ങി. കൺപുരുകങ്ങൾ കുറച്ചു കരിഞ്ഞുവെങ്കിലും വിശുദ്ധൻ സുരക്ഷിതനായിരുന്നു. സന്തോഷഭരിതരായ ജനക്കൂട്ടം ധീരനായ ആ വിശുദ്ധന് ചുറ്റും കൂടി. പാവപ്പെട്ട രോഗികളുടെ ആ രക്ഷകനെ അവർ വാനോളം പ്രശംസിച്ചുവെങ്കിലും വിശുദ്ധന്റെ എളിമ അതിനെയെല്ലാം തടഞ്ഞു. മാർച്ച് 8 തന്റെ 55-ാമത്തെ വയസ്സിൽ വിശുദ്ധന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹായികൾ ഒരുമിച്ച് കൂടുകയും വിശുദ്ധ ജോൺ കാണിച്ചു തന്ന ആതുര സേവനത്തിന്റെ പാതയിലൂടെ മുന്നേറുവാൻ തീരുമാനിക്കുകയും ചെയ്തു. 1572 പിയൂസ് 5 പാപ്പ അവരെ ദൈവത്തിന്റെ ആതുര സേവന സഹോദരന്മാർ എന്ന പേരിൽ ഔദ്യോഗികമായി അംഗീകരിച്ചു.